മോളെ ആമാ മോളെ അവിടെ വെച്ചോ. ബാക്കിയുള്ളത് ഞാൻ എടുത്തോളാം. അമ്മ എടുത്തോണ്ട് വൈകിയാല് അത് മതി ചീത്ത കേക്കാന്. നിങ്ങൾക്ക് ഇപ്പൊ യാത്ര പോകാനുള്ളതല്ലേ? അതെന്തോ നിങ്ങൾ അങ്ങനെ പറയണത്? ഞങ്ങളോ? നമ്മളെല്ലാരും അല്ലേ പോണത്? ഞാനോ? ഞാൻ ഇന്നേ വരെ എവിടേക്കും വന്നിട്ടില്ലല്ലോ, യാത്ര ഒന്നും പോയിട്ടില്ലല്ലോ. ശരി, നമ്മക്ക് എല്ലാവർക്കും കൂടെ പോയി വരാ. മോളെ, ഓനക്ക് ഇഷ്ടപ്പെടുവോ? ഓൻ നീ വല്ലതും ചീത്ത പറയുവോ? ഇക്ക് എന്ത് പറയാനാണ്? നിങ്ങൾ ഇവിടെ ഒറ്റക്കല്ലേ ഉള്ളൂ. എന്നാലേ ഞാൻ വേഗം പോയി പണി നോക്കട്ടെ. ഉമ്മക്ക് കുറച്ച് പണിയുണ്ട്. ഞാനും വരാട്ടോ. സന്തോഷമായി ഉമ്മക്ക്. വേഗം അടിച്ചു വരട്ടെ, പണി കഴിക്കണ്ട. ഞാൻ എൻ്റെ കുട്ടികളെ കൂടെ ഇറങ്ങിയിട്ട് എത്ര കാലമായി. ഞാൻ പഠിച്ചവനെ, ഞാൻ വേഗം പോട്ടെ. എനിക്ക് നല്ല സന്തോഷമായി. ഉമ്മ, നിങ്ങൾ ഇനി മാറ്റിയില്ലേ? ഇവിടെ വരെയായിട്ട് മാറ്റിയില്ലേ? ഫർസോ, എടി ഫർസാനോ, വേഗം വാ. ആ കഥ വരി. ഉമ്മ, നിങ്ങൾ ഇനി റെഡി ആയില്ലേ? വേഗം വരി. ഉമ്മ മാളിൽക്ക എനിക്ക് വല്ല കഥ ഉണ്ടാ? ഉമ്മ എങ്ങട്ടാ? അല്ല, ഉമ്മാനെ പറ്റിയിട്ട് എനിക്ക് വല്ലതും അറിയോ? കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച ആയിട്ടുള്ളൂ. ഉമ്മാനെ പറ്റി കറക്റ്റ് ആയിട്ടൊന്നും എനിക്ക് അറിയില്ലല്ലോ. ഇല്ലക്കാ, നിങ്ങൾ എന്ത് വർത്താനാണ് പറയണേ? ഉമ്മാനോടാണ് അങ്ങനെയൊക്കെ പറയുന്നത്? ഈ പഠിപ്പും വിവരമില്ലാത്ത ഉമ്മാനെ നമ്മൾ എങ്ങനെ മാളിലേക്ക് കൊണ്ടുപോവുക? ഉമ്മയും കൂടെ നമ്മളപ്പം വന്ന് വിചാരിച്ചിട്ട് എന്താ വരാൻ പോണത്? അവിടെ സ്റ്റെപ്പും കൂടിയല്ലേ, എസ്കലേറ്റർ ആണ്. അതിലെങ്ങനെ ഉമ്മാനെ കയറ്റുക? അതിനെന്തൊക്കെ അവിടെ ലിഫ്റ്റ് ഒക്കെ ഇല്ലേ? അതിന് ഉമ്മാനെ കയറ്റിട്ട് പോയാ പോരെ? അല്ല നോക്ക്, ഉമ്മാന്റെ വേഷം നോക്ക്. ഈ വേഷം വെച്ചിട്ട് എങ്ങനെയാണ് ഈ ഉമ്മാനൊക്കെ കൊണ്ടുപോവുക? എനിക്ക് തീരെ അന്തല്ല. ഈ പഠിപ്പും വിവരമില്ലാത്ത ഉമ്മാനെ നമ്മൾ എങ്ങനെ മാളിലേക്ക് കൊണ്ടുപോവുക? ഉമ്മാക്ക് പഠിപ്പില്ലല്ലേ? ഈ പഠിപ്പില്ലാത്ത ഉമ്മല്ലേ നിങ്ങൾ എത്രയും വളർത്തി വലുതാക്കിയിട്ട് ഒരു നിലയിൽ എത്തിച്ചത്? വേണമെങ്കിൽ ഇജ് പോരെ, വേണമെങ്കിൽ വാ, നേരം വൈകിക്കണ്. ഇജ് വരണമെങ്കിൽ വന്നോ. ഉമ്മാനെ ഒന്നും കൊണ്ടുപോകാൻ നിൽക്കണ്ട. ഞാൻ ഇന്നേ വരെ ഇങ്ങനത്തെ സ്ഥലത്തേക്കൊന്നും ഉമ്മാനെ കൊണ്ടുപോയിട്ടില്ല. മോളെ, എന്റെ കാരണം നിങ്ങൾ തല്ലുണ്ടാക്കണ്ടട്ടാ. ഞാൻ ഉമ്മ ഇവിടെ എവിടെയെങ്കിലും നിന്നോളാം. ഇവിടെ ചോറും ചാറൊക്കെ ഉണ്ടല്ലോ, അത് മതി. നിങ്ങൾ പോയിക്കോളി. നിങ്ങൾ ഉമ്മയുടെ കാരണം തല്ലൂടല്ലേ മക്കളെ. നിങ്ങൾ പോയിക്കോളിട്ടാ. പടച്ചോൻ പൊറുക്കൂലട്ടോ നിങ്ങളോട് ഇങ്ങനെയൊക്കെ ചെയ്താല്. ഉമ്മാനൊന്നും കൊണ്ടുപോകാൻ നിൽക്കണ്ട. ഞാൻ ഇന്നേ വരെ ഇങ്ങനത്തെ സ്ഥലത്തേക്കൊന്നും ഉമ്മാനെ കൊണ്ടുപോയിട്ടില്ല. എനിക്ക് വരണോ? ഇജ് വാ. പറ്റുമോ? പറ്റുകയാണെങ്കിൽ വാ, ഞാൻ വണ്ടിയിലുണ്ടാവും. വേഗം പോ. ഞാൻ പോയിട്ടില്ലട്ടോ മോളെ. ഓർക്ക് ഭയങ്കര നാണക്കേട് അത്ര എന്നെ കൊണ്ടുപോകാൻ. ഓർക്ക് ഭയങ്കര നാണക്കേട്. എങ്ങനെ കഷ്ടപ്പെട്ട് വളർത്തി ഉണ്ടാക്കിയ മക്കളാണ്. അനക്ക് അറിയണത് അല്ലേ? എന്നിട്ട് ഓനക്ക് ഇപ്പൊ ഭയങ്കര നാണക്കേടാണ്. എന്റെ കാലുകൊണ്ട് വയ്യ, നടക്കാൻ വയ്യാത്ത ഉമ്മയാണ്. ആൾക്കാർ കണ്ട നാണക്കേടാന്നൊക്കെയാണ് ഓൻ പറയുന്നത്. ഉമ്മ പോയിട്ടില്ല മോളെ. ഞാനിവിടെ നിന്നോളാം. ഞാൻ ഒരു ചോറും ചാറൊക്കെ വെച്ചിട്ടുണ്ട്, അത് തിന്നോളാം. എനിക്ക് അതൊക്കെ പറഞ്ഞിട്ടുള്ളൂ. അനക്കറിയില്ലേ, 2 വയസ്സായപ്പോ ഓന്റെ വാപ്പ ഇട്ടിറങ്ങി പോയതാണ്. അവിടെ നിന്നുകൊണ്ട് ഈ ഉമ്മയാണ് വളർത്തി ഉണ്ടാക്കിയിട്ട് ഈ നിലക്ക് എത്തിച്ചത്. എന്നിട്ടും കൂടി ഉമ്മാനെ പറ്റാത്ത മക്കൾക്ക് പറ്റണില്ല. എന്ത് ചെയ്യാനാണ്? എന്തായാലും അള്ളാഹു താല പുറത്ത് കൊടുക്കട്ടെ എൻ്റെ മോനിക്ക്. ഞാൻ അതാണ് 5 നേരം ഒരു ദുആ ചെയ്യണത്. എൻ്റെ കുട്ടിക്ക് പുറത്ത് കൊടുക്കുക.